അല്ല, കല്യാണമല്ല, അതിൻ്റെ പ്രപ്പോസലായിട്ടാണ്. ഞാനിപ്പം ഈ അന്നേരം ഇപ്പം സിനിമയിൽ ആക്റ്റീവാണോ വൈഫ്? ഒന്ന് ഭയങ്കര തിളങ്ങിയിരിക്കുന്നില്ല. 1896 എൻ്റെ 91 എൻ്റെ കല്യാണം. അപ്പോൾ കല്യാണത്തിന് പേടിക്കണം. എനിക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഇത്തിരി. അപ്പോൾ നമ്മൾ സുന്ദരേശൻ നായരുടെ വീടൊക്കെ, പഴയ മന്ത്രി ഇപ്പം മരിച്ചു, NDP-യുടെയൊക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഞാനാണ് മേടിച്ചത് കുന്നുകുഴിയിൽ. പിന്നെ അദ്ദേഹം നല്ലൊരു ഫാമിലി റിലേറ്റീവും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അവരാണ് ഇതിൽ പ്രൊപ്പോസലൊക്കെ നോക്കിയതൊക്കെ. അപ്പം 4 നോക്കി. അപ്പം പ്രായമായി 31 കഴിഞ്ഞായിരുന്നു. അതിനിടയിൽ എൻ്റെ അമ്മ ബാക്കി സഹോദരങ്ങളെ പ്രൊപ്പോസലിലൂടെ വന്നാണ്. അതെ അതെ, പ്രൊപ്പോസലാണ്. അതായത് അവർ NSS-ലൊക്കെ ആക്റ്റീവായിരുന്നു, മദറിലോ. അപ്പം ഇവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് വന്നത്. അപ്പം എനിക്കറിയില്ല, തെലുങ്കും തമിഴും ഒക്കെയാണ് കൂടുതലും. പിന്നെ ഞാനും മലയാളം അധികം പടങ്ങളൊന്നും കാണില്ല. വർഷത്തിലൊരിക്കൽ വരും, നാട്ടിൽ വരും, അമ്മയുടെ കൂടെ എനിക്കും ഓണം ആഘോഷിക്കും. ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ വലിയ വീടൊക്കെ വെച്ച് മേടിച്ചു കാണും നമ്മൾ. കുന്നുകുഴി വീടൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, വീടും വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവരെ സഹോദരങ്ങളൊക്കെ പഠിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അമ്മയുടെ വാക്കും ദുഃഖവും ഒക്കെ കണ്ടപ്പോൾ അമ്മയുടെ എല്ലാം ഇൻവോൾവായി. പിന്നെ അമ്മയ്ക്ക് പിന്നെ ഈ ആക്സിഡൻറ്റൂടെ ആയപ്പോൾ അമ്മയെ കൊണ്ട് മാറ്റിയൊക്കെ താമസിച്ചു. അത് പിന്നീടാണ് ആയത്. അല്ല, എന്നിട്ട് കല്യാണം അങ്ങനെ രണ്ടും ഫിക്സ് ചെയ്തു. അതെ അതെ അതെ. സിനിമ നിർത്തിയോ? അപ്പോൾ ഇല്ല, അതിന് കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 പടത്തിൻ്റെ പെൻഡിങ് ഉണ്ടായിരുന്നു. അത് പോയി ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ബോംബെയിലായി. ബോംബെയിൽ അവർക്ക് ഹിന്ദി കൂടെ അറിയാമായിരുന്നു. തെലുങ്ക് പടം കൂടുതൽ ചെയ്തുകൊണ്ട് ഹിന്ദിയൊക്കെ അറിയാമായിരുന്നു. പിന്നീട് നമ്മളവിടെ ഞാനിങ്ങനെ ബിസിനസ്സിക്ക് ബിസി ആയിരിക്കും. ബോംബെയിൽ അപ്പം നല്ല വീട് മേടിച്ചു ആ സമയത്ത്. എൻ്റെ 3 ബെഡ്റൂം നല്ല വീടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വീട് കല്യാണത്തിന് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ മേടിച്ചു. സുരക്ഷാ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. സുരക്ഷ ഒന്നുമല്ല. വളരെ അങ്ങനെ സേഫ് സ്ഥലമാണ്, ഭയങ്കര സേഫ് സ്ഥലമാണ് ഇപ്പോൾ.